ഇനി നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ബോർഡ് എക്സാം മാത്രമാണ്. ഇനി നമുക്ക് എന്തില്ല, ഒരു ചാൻസ് ഇല്ല എടുക്കാൻ. ഈ പറഞ്ഞതുപോലെ തന്നെ മോഡൽ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു ഇനി ബോർഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മോഡലിൽ പഠിക്കുമ്പോൾ ഇനി ബോർഡ് എക്സാം ആകുമ്പോഴത്തേക്കിന് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, വെയിറ്റേജ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുന്നത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും അതിൻ്റെ വെയിറ്റേജിൽ ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ എത്ര സമയം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ എങ്ങനെ എത്രയും എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ട് നമുക്ക് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് എന്ന് വെച്ചാൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിന് ടോട്ടൽ വരാൻ പോകുന്നത്. 6 മാർക്കിൻ്റെ ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ പോയിന്റ്സും ഇതിൽ എന്ത് പഠിക്കുമ്പോൾ, ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചോട്ടെ, ഒബ്ജക്റ്റീവ് പഠിച്ചോട്ടെ, നേച്ചർ പഠിച്ചോട്ടെ, എന്ത് പഠിക്കുന്ന സമയത്തും ഒരു 6 മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ പാടുള്ളൂ. ഒന്നിൻ്റെ 8 പോയിന്റും 10 പോയിന്റും എടുത്ത് പഠിക്കുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുന്ന പോയിന്റ് എന്ത് ചെയ്യണം, ഒരു 6 മാർക്ക് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് 6 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ചോദ്യം വരികയാണെങ്കിലും ഇറ്റ് വിൽ ബി പ്രോബബ്ലി ഫോർ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത് അല്ലേ. നമുക്ക് 8 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്, നേച്ചർ ഓഫ് മാനേജ്മെന്റ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, കോർഡിനേഷൻ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോർഡിനേഷൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, കോർഡിനേഷൻ ഒരു എപ്പോഴും ചോദിക്കാറുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് തന്നെ 3 ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. നേച്ചർ ഓഫ് മാനേജ്മെന്റ് അങ്ങനെ ഒരുപാട് കാണാറില്ല, ആർട്ട് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്. ആൻഡ് വി ഹാവ് എന്തുണ്ട്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഓരോരുത്തരുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഓൾവേസ് റിമെമ്പർ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുള്ളൂ, ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ പഠിച്ചാൽ മതി. ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, പ്ലാനിങ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികമായിട്ട് പഠിക്കാനില്ല. ഓക്കെ, കമ്മിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഏകദേശം 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കുറച്ച് മുന്നേയൊക്കെ എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച ചാപ്റ്റർ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ എസ്എ ക്വസ്റ്റ്യനിലേക്ക് കാണാറില്ല. എന്നാലും ഈ പറയുന്ന 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ പഠിച്ചിരിക്കേണ്ടതായിട്ട് ഈ ഒരു 6 ടോപ്പിക്സ് മാത്രമാണ്. വളരെ സിമ്പിളായിട്ട് കേട്ടോ, 6 ടോപ്പിക്സ് മാത്രമാണ്. നമുക്കറിയാം ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കും, ടൈലറിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കും, അത് രണ്ടും നമ്മൾ പഠിക്കുന്നതാണ്. 14 പ്രിൻസിപ്പിൾസ് ഇവിടെയും പഠിക്കും, ഇവിടെ 4 പ്രിൻസിപ്പിൾസും പിന്നെ ഒരു 7 ടെക്നിക്കുകളും നമ്മൾ പഠിക്കാറുണ്ട്. ഈ ടെക്നിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില ടെക്നിക്കുകൾ മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ഒക്കെ നമുക്കറിയാം കുറച്ച് വലിയൊരു ടെക്നിക്കാണ്, ആ ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഫയോളും അതേപോലെ തന്നെ ടൈലറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്, ഒരു കമ്പാരിസൺ എന്താണ് എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് കേട്ടോ. നമ്മൾ ഇനി വരാൻ പോകുന്ന ലൈവിലൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ലൈവൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, ഈ ഫയോൾ വേഴ്സസ് ടൈലർ എന്നുള്ളൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നിട്ടുള്ളത് പണ്ടൊക്കെ ഏതെങ്കിലും പ്രിൻസിപ്പിൾസോ കാര്യങ്ങളൊക്കെ ആയിരുന്നു, ശേഷം സിഗ്നിഫിക്കൻസ് ആൻഡ് അതേപോലെ തന്നെ നേച്ചറിലേക്കും പോവുക എന്നുള്ളത് കേട്ടോ. ഞാൻ പഠിക്കേണ്ട ആ ഒരു ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇതൊക്കെയാണ്, ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് പഠിക്കുക, ഇവരുടെ ഡിഫറൻസ് പഠിക്കുക, ദെൻ ഗോ ടു ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ്. തേർഡ് ചാപ്റ്റർ ഈസ് അനദർ വൺ. ഒരു ചെറിയ ചാപ്റ്ററാണ്, ഒരുപാടൊന്നും പഠിക്കാനില്ല, സിമ്പിളായിട്ട് നോക്കി പോകേണ്ട ഒരു ചാപ്റ്ററാണ്. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഡയമെൻഷൻസ് ആൻഡ് ഫാക്ടേഴ്സ് നിങ്ങൾ ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് ഡയമെൻഷൻ ആൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഡയമെൻഷൻസ് എല്ലാം പഠിച്ചേക്കുക, ഏതെങ്കിലും ഒരു ഡയമെൻഷൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് വി ഹാവ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. ഏതെങ്കിലും 2 ഫീച്ചേഴ്സോ അല്ലെങ്കിൽ 2 ഇമ്പോർട്ടൻസോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു 6ഉം 7ഉം പോയിന്റ് ഒന്നും പഠിക്കേണ്ട. ഓക്കെ, മിനിമം ഒരു 3 പോയിന്റോ മാക്സിമം 4 പോയിന്റോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ആൻഡ് ഡിമോണിറ്റൈസേഷൻ എന്താണെന്ന് നോക്കുക, അതിൻ്റെ എയിംസ് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുക. ഡിമോണിറ്റൈസേഷന് എന്തായിരുന്നു, നോട്ട് നിരോധനം കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ആ ഭാഗം ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയേക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഡയമെൻഷൻസിൽ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എക്കണോമിക് എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, ടെക്നിക്കൽ എൻവയോൺമെന്റ് എന്നുള്ള ഭാഗത്ത് ചോദ്യങ്ങൾ വരാറുണ്ട്. കൂടാതെ ഫീച്ചേഴ്സോ ഇമ്പോർട്ടൻസോ ആവാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ബസ് പ്രോബബ്ലി ഈ പറഞ്ഞതുപോലെ 4 മാർക്കിൻ്റെ ചാപ്റ്ററാണ്, അത്ര ഇമ്പോർട്ടൻസ് പഠിക്കുക. നൗ ഗോയിങ് വിത്ത് പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററാണ്. പ്ലാനിങ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരു ചെറിയ ചാപ്റ്ററാണ്, നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയും പഠിച്ചാൽ മറന്നു പോകുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിൽ നിൽക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. പ്ലാനിങ് അത്രത്തോളം ഉള്ളൊരു ചാപ്റ്ററാണ്. പ്ലാനിങ് ശരിക്കും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്താണ് പ്ലാനിങ് എന്ന് അറിയാം, തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്നുള്ളൊരു ഭാഗം പഠിച്ചു വെച്ചേക്കാം. ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്. ഇതിൽ നിന്ന് ലിമിറ്റേഷൻസിൻ്റെ ഭാഗം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ആൻഡ് വി ഹാവ് ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഈ 2 ഭാഗങ്ങൾ നൈസായിട്ടൊരു 3 പോയിന്റ് വെച്ച് പഠിച്ചേക്കാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും. പിന്നെ പ്ലാനിങ് പ്രോസസ്സ്, അതൊരിക്കലും വിടാൻ പറ്റില്ല, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ. പ്ലാനിങ് പ്രോസസ്സ് എന്തൊക്കെയാണ്,
ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, പ്രിമൈസസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ആൻഡ് ലാസ്റ്റ് വി ഹാവ് ടൈപ്സ് ഓഫ് പ്ലാൻ. ലാസ്റ്റ് ഇയർ ടൈപ്സ് ഓഫ് പ്ലാനിൻ്റെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. അപ്പോൾ ഓരോ പ്ലാനും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. സോ മാച്ച് ദ ഫോളോയിങ്ങിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഇനിയുമുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ഡിഫറൻസ് ആയിട്ടൊക്കെ ആവാം. എനിവേ ഈ പറഞ്ഞ പോലെ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ചെറുതാണ്, ബട്ട് വി ഗെറ്റ് 6 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ പറ്റും. നെക്സ്റ്റ് വി ഹാവ് ഓർഗനൈസിങ് എന്ന് പറയുന്ന സാധനമാണ്. ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് ഒന്ന് അതിനെ നോക്കി വെച്ചേക്കുക. ഈ പറഞ്ഞതുപോലെ ചെറിയ മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസിങ് നമുക്ക് വരുന്നത് 7 മാർക്കാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പോലെ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള 6 ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞതിൽ നിന്ന് ഒരു ചാപ്റ്റർ ഏതായിരുന്നു? ഓർഗനൈസിങ് ആയിരുന്നു. മറ്റൊന്ന് സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് 7 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു ഡയഗ്രം വെച്ച് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ഫംഗ്ഷണൽ ആൻഡ് ഡിവിഷണലിൻ്റെ ഡയഗ്രാംസ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കി വെച്ചേക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വി ഹാവ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഫോർമലും ഇൻഫോർമലും നമ്മൾ ഇവിടെയും പഠിക്കുന്നുണ്ട്, ഓർഗനൈസേഷനായിട്ട് പഠിക്കുന്നുണ്ട്. ഫോർമൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാച്ച് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഡെലിഗേഷൻ്റെ ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡെലിഗേഷൻ എന്താണെന്നും ഡെലിഗേഷൻ്റെ എലമെൻസും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇയറും വന്നിട്ടുണ്ടായിരുന്നു. മേ ബി അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഇത് 3ൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും ചോദിച്ചാൽ എഴുതാനും പറ്റും, അല്ലാതെയും എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും എളുപ്പമുള്ള രീതി ഏതോ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനല്ലേ. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അതെന്തായിരിക്കില്ല ഒരു ഫീസിബിൾ വേ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ അതിന് ഡിഫറൻസും എന്ത് ചെയ്യുക, നൈസായിട്ടൊന്ന് സെറ്റാക്കി വെക്കുക. ആൻഡ് അനദർ വൺ is സ്റ്റാഫിംഗ് ചാപ്റ്റർ. സ്റ്റാഫിംഗ് ചാപ്റ്റർ 9 മാർക്കിൻ്റെ ചാപ്റ്ററാണ്. നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈ മാർക്ക് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ആകെ എത്ര ടോപ്പിക്സേ ഉള്ളൂ? 4 ടോപ്പിക്സേ ഉള്ളൂ. സ്റ്റാഫിംഗ് എന്താണ് എന്ന് പഠിക്കുക, സ്റ്റാഫിങ്ങും HRM തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ പഠിക്കുക. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓർഗനൈസേഷനിൽ ആൾക്കാരെ ഹയർ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കംസ് അണ്ടർ വിത്ത് സ്റ്റാഫിംഗ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിക്കുക. ഈ സ്റ്റെപ്സിൻ്റെ 3 എലമെൻറ്റ്സ് ആണ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, അതേപോലെ തന്നെ ട്രെയിനിങ് എന്നുള്ളത്. ഇത് 3നും ഒരേപോലത്തെ ഇമ്പോർട്ടൻസ് ആണ്. അല്ലെങ്കിൽ ഈ 4 ടോപ്പിക്സിനും ഒരേ ഇമ്പോർട്ടൻസിൽ തന്നെ പഠിക്കുക. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സെലക്ഷൻ്റെ സ്റ്റെപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചോദ്യം ചോദിക്കാറുണ്ട്. ഐ എക്സ്പെക്ട് ഒരു essay ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഓക്കെ, ഒരു essay ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ essay ക്വസ്റ്റ്യൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ എസ്സേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് അനദർ സെക്കൻഡ് എസ്സേ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിനാവാൻ ചാൻസ് ഉണ്ട്. എസ്സേ ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ് എന്നുള്ളത്. മോട്ടിവേഷൻ്റെ ഭാഗത്തു നിന്നാവാം, മോട്ടിവേഷൻ്റെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, ഇനി രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് വരാം. മോട്ടിവേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കിക്കൽ തിയറി ഒരു എസ്സേ ക്വസ്റ്റ്യൻ സാധ്യതയുള്ളതാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ലീഡർഷിപ്പും ടൈപ്സും ചോദിക്കാൻ ചാൻസ് ഇല്ല. കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷേ ചാൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ഡയഗ്രാം, ഇവിടെയും ഒരു ഡയഗ്രത്തിനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്ന് പറയാറുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽ വരയ്ക്കുന്ന സമയത്ത്. ആൻഡ് വി ഹാവ് സൂപ്പർവിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ, അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ ഫംഗ്ഷൻ എന്നുള്ള ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഒരു essay ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ ചാപ്റ്റർ ഈ പറഞ്ഞതുപോലെ തന്നെ ലീഡർഷിപ്പ് മാത്രമാണ് നമ്മൾ essay പ്രതീക്ഷിക്കാത്തത്. ബാക്കിയുള്ളതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്, essay പ്രതീക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു essay പ്രതീക്ഷിച്ചാണ് പഠിക്കുന്നതെങ്കിൽ എനിക്ക് ഉറപ്പാണ് എന്തായാലും 9 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് നിന്നൊക്കെ അവർ എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കും. ഇതിൽ നിന്ന് പിന്നെ ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്, കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് നമ്മൾ പ്രിൻസിപ്പിൾസ് പഠിച്ചത് കണ്ടിരിക്കുന്നത്. ഞാൻ പറയും പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് പഠിക്കേണ്ടത്. ഇതൊക്കെ പഠിച്ചിട്ട് പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസിലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് പഠിക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചു നോക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന വൺ ഓഫ് ദി ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വി ഹാവ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വെരി സിമ്പിൾ ചാപ്റ്ററാണ്. സ്റ്റെപ്സ് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇമ്പോർട്ടൻസോ ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷനോ എന്നുള്ള ചോദ്യമാണ്. 4 മാർക്ക് ചാപ്റ്ററാണ്. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് കുറയ്ക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലെവലിൽ നിങ്ങൾ നോക്കുക. ഒക്കെ പഠിച്ച് കഴിഞ്ഞതാണെങ്കിൽ ഗോ ടു ദീസ് ചാപ്റ്റേഴ്സ്. ഇനി ഒന്നും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതിലേക്ക് പഠിക്കുക എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വി ഹാവ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്, ഫാക്ടേഴ്സ് എഫക്റ്റിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരാറ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫൈനാൻസിങ് ഡിസിഷൻ ആവാം, ഫിനാൻഷ്യൽ പ്ലാനിങ് ആവാം, ക്യാപിറ്റൽ
ക്യാപിറ്റൽ സ്ട്രക്ചർ ആവാം, ഫാക്ടേഴ്സ് എഫക്റ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആവാം. ഓക്കെ, അപ്പോൾ അതെന്തായാലും വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക എന്ന് ഏകദേശം ഉറപ്പാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇവരെ കാണാറുണ്ട്, പക്ഷേ ഇവരെന്നെ ഇപ്രാവശ്യം ചോദിച്ചോളണമെന്നില്ല. മേ ബി ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫിനാൻസിങ് ഡിസിഷനിൽ നമുക്ക് വരുന്ന ഫൈനാൻസിങ്ങിൻ്റെതോ അല്ലെങ്കിൽ ഡിവിഡൻഡിൻ്റെതോ ആവാനും ചാൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെത് ആവാൻ ചാൻസ് ഇല്ല. ഐദർ ഇറ്റ് ക്യാൻ ബി ഫൈനാൻഷ്യൽ ഡിസിഷൻ ഓർ ദ ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ള ഭാഗത്ത് ആവാറുണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ് ഒരു 3 മാർക്കിലെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കഴിയുന്നില്ല, ഏകദേശം 10 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, ചിലപ്പോൾ ഓർ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 12 മാർക്ക് വരെ പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഭാഗം, അതിൽ ഫിനാൻഷ്യൽ ലെവറേജ് എന്നുള്ള വേർഡ്സ് ഒക്കെ ഒന്ന് പ്രത്യേകം നോക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, വിട്ടുപോകരുത്. ഇത് പഠിച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഇതിന് ജസ്റ്റ് ഡെഫിനിഷൻസ് അല്ലട്ടോ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നോക്കണം എന്നുള്ളതാണ്. നൗ ഗോയിങ് വിത്ത് മാർക്കറ്റിംഗ്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ ആണ്. ആൻഡ് ബിഗ്ഗസ്റ്റിന് ചാപ്റ്ററിന് ഗുണവുമുണ്ട്. 12 മാർക്കിൻ്റെ ചോദ്യം വരുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. അതിൽ തന്നെ നമുക്കറിയാം, ഒന്നെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ 4 പീസ് ഓഫ് മാർക്കറ്റിംഗിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതും ഞാൻ പറയും ലാസ്റ്റ് പഠിച്ചാൽ മതി. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഈ പറയുന്ന ബ്രാൻഡിങ്ങും ലേബലിങ്ങും പാക്കേജിങ്ങും പ്രൈസും ഒക്കെ തന്നെയാണ് ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഫംഗ്ഷൻസ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഡിഫറൻ്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് ആയിട്ടുള്ള 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എസ്സേ പ്രതീക്ഷിക്കാം, പ്രൈസിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം, ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട, ആൻഡ് പ്രൊമോഷൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിങ്ങും അതേപോലെ തന്നെ അഡ്വർടൈസിങ്ങിൻ്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്, സെയിൽസ് പ്രൊമോഷൻ്റെ ടെക്നിക്കുകൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പാക്കേജിങ്, ലേബലിംഗ്, ബ്രാൻഡിങ്ങിൻ്റെ ഭാഗത്തുനിന്ന്, മൊത്തത്തിലല്ല പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷേ 2 മാർക്കിന് സാധ്യതയുള്ളതാണ് ഈ ബ്രാൻഡിങ്, പാക്കേജിങ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാറുണ്ട്. അനദർ വൺ ഈസ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇത് വലിയ ചാപ്റ്റർ തന്നെയാണ്. ഈ ചാപ്റ്ററിൽ ഒരുവിധ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു കഴിഞ്ഞാൽ 12 മാർക്ക്, എനിക്ക് ഉറപ്പാണ് ഒരു 14 മാർക്കിൻ്റെ ചോദ്യം വരെ ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ പഠിച്ചാൽ എന്താവില്ല, വേസ്റ്റ് ആവില്ല എന്ന് ഉറപ്പാണ്. ആൻഡ് വി ഹാവ് ദ ലാസ്റ്റ് ചാപ്റ്റർ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു 4 മാർക്ക് ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. ഞാൻ പറയുന്നു ഈ റിഡ്രസൽ ഏജൻസീസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഫസ്റ്റ് തന്നെ. ആൻഡ് കൺസ്യൂമർ റൈറ്റ്സിൻ്റെ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഈ റെസ്പോൺസിബിലിറ്റി, റിലീഫ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്. യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് ദാറ്റ്. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചാലൊക്കെ കിട്ടുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കാരണം അത്രയും നമ്മളായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാനും ആയിഷ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവിൽ വരുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ എജുപോർട്ടിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതിൽ നോട്ടിഫിക്കേഷൻസ് നോക്കുക, നമ്മുടെ ലൈവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, വാട്ട് കൈൻഡ് ഓഫ് എക്സ്പെക്ട് ചെയ്തത്. ഈ പറഞ്ഞതുപോലെ പ്രഡിക്ഷൻ എന്നുള്ളത് മാത്രം നിങ്ങൾ ചോദിച്ച് വെയിറ്റ് ചെയ്യരുത്, കാരണം പ്രഡിക്ഷൻ എന്നുള്ളത് നമ്മളും പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ. ബട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ന ചാപ്റ്റർ നിന്നാണ് എസ്സേക്ക് സാധ്യത, അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ഇപ്രാവശ്യം ചോദിക്കുന്നത് എന്നുള്ളൊരു പ്രഡിക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്ര നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു ലേൺ, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഓരോന്നിനും ടോപ്പിക് വൈസ് ആയിട്ടുള്ള നോട്ട്സ് കിട്ടുമോ, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സസ് കിട്ടുമോ, ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ യു വാണ്ട് ടു സ്പെൻഡ് ലൈക്ക് ഒരു 699 റുപ്പീസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, വെറും 699 റുപ്പീസാണ്. നിങ്ങളൊരു 4 മന്തി അടിക്കുന്ന പൈസ, അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പർക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു ബഫറ്റിന് കൊടുക്കുന്ന പൈസ മാത്രമാണ് നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. വെറും 699 റുപ്പീസാണ്. ഓക്കെ, ഇത് സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മക്കളെ ഫുൾ ക്ലാസ്സസും അതേപോലെ തന്നെ സൂം ലൈവുകളുമായിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നു അത്രയും നല്ലത് എന്ന് ഞാൻ പറയുള്ളൂ. ഹോൾ ക്ലാസ്സസ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക് ഡിവിഷൻസ് ആയാലും അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനും നമ്മൾ ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു ചാപ്റ്റർ 2 മണിക്കൂറെ ക്ലാസ്സസ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് ഡിസ്കഷൻ ലൈവുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ മുന്നിൽ എന്തേ ഉള്ളൂ, എക്സാം എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. അതിന് നിങ്ങൾ ആകെ സ്പെൻഡ് ചെയ്യേണ്ടത് 699 റുപ്പീസാണ്. ഇഫ് യു ഏബിൾ ടു സ്പെൻഡ് ദാറ്റ് മച്ച് മണി നിങ്ങൾക്ക് അതെല്ലാം അവൈലബിൾ ആക്കി തരും. ആൻഡ് ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു കേട്ടോ. നമ്മൾ ഈ വരുന്ന എക്സാമിന് +2 കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാം ഫോർ യു. ഈ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ എക്സാം എല്ലാം എളുപ്പമായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ബൈ മക്കളെ, സി യു.